നമസ്കാരം. അറ്റൻഷൻ പ്ലീസ് എന്ന ഡോക്ടേഴ്സ് ഇന്റർവ്യൂയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഹൃദയാഘാതം അഥവാ ഹാർട്ട് അറ്റാക്ക്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് കൊച്ചി കിംസ് ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്യാം NV. ഇന്റർവ്യൂ ചെയ്യുന്നത് ഡോക്ടർ അരുൺ. ഹൃദയാഘാതം എന്തുവാണ് ഡോക്ടർ? ഹൃദയാഘാതം എന്ന് പറഞ്ഞ അവസ്ഥ വരുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളിൽ തടസ്സം വരുമ്പോഴാണ്. രക്തക്കുഴലുകൾക്ക് തടസ്സം വരിക എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകൾക്കകത്ത് രക്തം കട്ട പിടിച്ച് രക്തഓട്ടത്തിന് തടസ്സം വരിക. അതുമൂലം ഹൃദയത്തിൻ്റെ മാംസപേശികൾക്ക് ആവശ്യത്തിനുള്ള രക്തം കിട്ടാതെ വരുന്നൊരവസ്ഥയാണ് നമ്മൾ ഹൃദയാഘാതം എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷിൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന ഈ അസുഖത്തിൽ രണ്ട് തരമുണ്ട്. അതായത് ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയും നോൺ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന കുറച്ചുകൂടെ ലെസ്സർ സിവിയറേറ്റഡ്, കുറച്ചുകൂടെ ഗുരുതരാവസ്ഥ കുറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. രണ്ട് തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കുകളുണ്ട്. അതിന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മേജർ ആൻഡ് മൈനർ ഹാർട്ട് അറ്റാക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ മേജർ ഹാർട്ട് അറ്റാക്ക് അഥവാ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന ഈ അവസ്ഥയിൽ രക്തക്കുഴലുകൾ 100% ബ്ലോക്ക് ഉണ്ടാവുമ്പോൾ, 100% രക്തക്കുഴൽ അടഞ്ഞു പോകുമ്പോഴാണ് നമുക്ക് ഈ ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു അസുഖം ഉണ്ടാവുന്നത്. ആർക്കൊക്കെ ഇതൊക്കെ വരാൻ പറ്റും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ? ഒരു 40 വയസ്സിന് ശേഷം ഉള്ള ഒരു പുരുഷന്മാരിലോ 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലോ ഇത് വളരെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ വേറെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഈ അസുഖം വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് പ്രമേഹം, ഡയബറ്റിസ്, അമിത രക്തസമ്മർദ്ദം, ഹൈ ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ ഉള്ളവർ, പിന്നെ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ ഇപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ അടുത്ത ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നീട് പുകവലിക്കുന്നതിൽ നന്നായി ചെറുപ്പത്തിൽ തന്നെ, ചിലപ്പോൾ 20 വയസ്സിലുള്ള ആൾക്കാർക്ക് പോലും ഞാൻ ഈ അസുഖം കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര ഒരുപാട് പുകവലിക്കുന്നു, ഒരു ദിവസം 20-30 സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അത്രയും പുകവലിക്കുന്ന ആൾക്കാരിലും ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തൊക്കെയാണ് സിംറ്റംസ് ഇതിൻ്റെ? ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് ഒരു ഭാരം കയറ്റിവെച്ചതുപോലെയോ അല്ലെങ്കിൽ എരിച്ചിൽ പോലെയോ അല്ലെങ്കിൽ പുകച്ചിൽ പോലെയോ ഉള്ളൊരു ബുദ്ധിമുട്ടും അതിനോടനുബന്ധിച്ച് ശക്തിയായ വേർപ്പോ ശ്വാസം മുട്ടലോ ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തുവാണ് ഡോക്ടർ? ഈ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ രക്തം കട്ട പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും നല്ല രക്തം കട്ടപിടിച്ച് രക്തക്കുഴൽ 100% അടഞ്ഞു പോകുന്ന അവസ്ഥ, അതായത് ST എലിവേഷൻ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്ന ഏറ്റവും മേജർ ഹാർട്ട് അറ്റാക്കുള്ള അവസ്ഥയിൽ നമുക്ക് ഏറ്റവും നല്ല ചികിത്സ എന്ന് പറയുന്നത്, ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ആ രക്തക്കുഴലിൽ ഉടനെ തന്നെ ആ ഹൃദയത്തിൻ്റെ ആൻജിയോഗ്രാം എടുത്തിട്ട് അത് ഏത് രക്തക്കുഴലിലാണ് ബ്ലോക്ക് ഉള്ളതെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ആ രക്തക്കുഴലിലെ ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സ മുഖേന നീക്കം ചെയ്യുക. അതായത് തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നു. ഈ അക്യൂട്ട് മയോകാർഡിയൽ ഇൻഫാർക്ഷനിൽ ആൻജിയോപ്ലാസ്റ്റി തന്നെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നു. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ്, അതായത് ഉടനെയുള്ള ആൻജിയോപ്ലാസ്റ്റി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സയും. ആ രക്തക്കുഴൽ ഓൾമോസ്റ്റ് നല്ലൊരു 100% ഓപ്പണായി ഇരിക്കും എന്നുള്ളതിൻ്റെ നമുക്കൊരു ഉറപ്പ് വരുത്താനുള്ള ഒരു ചികിത്സയും ഇത് തന്നെയാണ്. എന്നാൽ എല്ലാ ആശുപത്രികളിലും നമുക്ക് ഈ ചികിത്സ അവൈലബിൾ അല്ല. ഇത് അവൈലബിൾ അല്ലാത്ത ആശുപത്രികളിലാണ് രോഗി ചെല്ലുന്നതെങ്കിൽ ഏറ്റവും അടുത്തുള്ള അവൈലബിൾ ആയിട്ടുള്ള ഈ ചികിത്സ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പോവുക. ഇല്ല എങ്കിൽ ആ ആശുപത്രിയിൽ നമുക്ക് രക്തക്കട്ടി അലിയിക്കുന്ന ഒരു മരുന്ന്, ത്രോംബോലൈസിസ് എന്നുള്ള ചികിത്സയും ഇത് അവൈലബിൾ ആണ്. ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ വിത്തിൻ ഒരു ടൈം ഫ്രെയിം എന്ന് പറയണ്ട ഡോക്ടേഴ്സ്, ലൈക്ക് വിത്തിൻ 2 hours എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു നെഞ്ചുവേദന തുടങ്ങി നെഞ്ചുവേദന എന്താണെന്ന് ആദ്യമേ ഡയഗ്നോസ് ചെയ്യുക. ഇത് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ, മേജർ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഡയഗ്നോസ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ ഇതിനുള്ള ചികിത്സകൾ തുടങ്ങണം. അതിന് നമുക്ക് ഡിലേ ചെയ്യാൻ പാടില്ല. ബിക്കോസ് നമ്മൾ പറയുന്നത് ടൈം ഈസ് മസിൽ എന്നാണ് പറയുന്നത്. ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമുക്ക് പിന്നീട് വളരെ വിലപ്പെട്ടതാണ്. കാരണം 20 മിനിറ്റ് രക്തക്കുഴൽ അടഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഹൃദയത്തിനുള്ള ഡാമേജ് ചെറുതായിട്ട് തുടങ്ങി, മൈക്രോസ്കോപ്പിക് ലെവലിൽ ഹൃദയത്തിനുള്ള ഡാമേജ് തുടങ്ങി കഴിയും. എന്നാൽ ഒരു 3 മണിക്കൂറിന് ശേഷം ഹൃദയത്തിനുള്ള ഡാമേജ് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. അപ്പം എത്രയും പെട്ടെന്ന് ഒരു രോഗി ഈ അസുഖം ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ രോഗി അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തി അതിനുള്ള ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ എത്തി എത്രയും പെട്ടെന്ന് ചികിത്സ ചെയ്യുന്നതിനാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഇത് ഇനി വേറെ ടെസ്റ്റ് എന്തൊക്കെ ടെസ്റ്റ് നമുക്ക് ചെയ്യാം, പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആർക്ക് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം? ഇത് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. അതായത് പ്രമേഹമുള്ളവർ,
ഞാൻ ആദ്യം പറഞ്ഞില്ല, 40 വയസ്സിന് ശേഷമുള്ള പുരുഷന്മാരോ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലോ പ്രമേഹമുള്ളവരിലോ അമിത രക്തസമ്മർദ്ദമുള്ളവരിലോ അവരൊക്കെയാണ് ചെക്കപ്പ് ചെയ്യേണ്ടത്. ഇവരുടെ പ്രമേഹമുള്ളവരാണെങ്കിൽ പോയി ഡോക്ടറെ കൃത്യമായ സമയങ്ങളിൽ കണ്ട് ഡോക്ടർക്ക് പ്രമേഹത്തിൻ്റെ ചികിത്സകൾ പ്രോപ്പറായിട്ട് ചെയ്യുക, മരുന്നുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പിന്നീട് അതിനോടനുബന്ധിച്ച് പ്രമേഹത്തിനോട് കൂടെയുള്ള പ്രഷറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെയും ചികിത്സകൾ പ്രോപ്പറായിട്ട് എടുക്കുക. പുകവലി മുതലായ ദുശീലങ്ങളുണ്ടെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കുക. ഇതൊക്കെയാണ് എൻ്റെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഭക്ഷണക്രമത്തിലുള്ള ഇതും നമ്മുടെ മാനസിക സമ്മർദ്ദം, അമിതമായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ഹാർട്ടിൻ്റെ സ്കാൻ എന്ന് പറയുന്ന എക്കോ, പിന്നെ TMT, ഇതൊക്കെ എപ്പോഴാണ്, എങ്ങനെയാണ്, ലൈക്ക് ഇത് ഒരു നേരത്തെ കണ്ടുപിടിക്കാനുള്ള ഒരു ചെയ്യാൻ പറ്റുന്നൊരു ടെസ്റ്റ് അല്ലേ? ലൈക്ക് എക്കോയും ട്രെഡ്മിൽ എന്ന് പറയുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്നൊരു ടെസ്റ്റാണ്. അതായത് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയത്തിന് കൂടുതൽ രക്തം ആവശ്യമായി വരുന്നു. കൂടുതൽ രക്തം ആവശ്യമുള്ള സമയമാണ് വ്യായാമം ചെയ്യുന്ന സമയത്ത്. അപ്പം അതിനുള്ള അത്രയും ബ്ലഡ് സപ്ലൈ ആ സമയത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ കഴിയുന്നൊരു ടെസ്റ്റാണ് ട്രെഡ്മില്ല്. അതിനായി നമ്മൾ ആദ്യം ചെയ്യുന്നത് വെച്ചാൽ രോഗിയെ ഒരു ട്രെഡ്മിൽ മെഷീനിലല്ല, നമ്മളൊരു കറങ്ങുന്ന ബെൽറ്റിൽ കൂടെ ആളെ നടത്തിക്കുകയാണ് ചെയ്യുന്നത്. നടത്തിച്ച് ഓരോ സ്റ്റേജ് കൂടുന്തോറും അതിൻ്റെ സ്പീഡും അതിൻ്റെ ഇൻക്ലിനേഷനും കൂട്ടിക്കൊണ്ടിരിക്കും. അതായത് വ്യായാമത്തിൻ്റെ ഡിഗ്രി ഓഫ് എക്സസൈസ് കൂടുതൽ എക്സസൈസ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ സ്റ്റേജും കഴിയുന്തോറും ഹാർട്ടിന് കൂടുതൽ ബ്ലഡ് ആവശ്യം വരും. ആ സമയത്ത് എന്തെങ്കിലും ബ്ലോക്കുള്ള ഒരു രക്തക്കുഴൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ള രക്തം കിട്ടുന്നില്ല എന്നൊരിക്കൽ ആ ECGയിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ പ്രകടമായിട്ട് കാണിച്ചു തുടങ്ങും. ട്രെഡ്മില്ലിൽ ECG നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ ECGയിലെ വ്യത്യാസങ്ങൾ, അതായത് ST ഡിപ്രഷൻ എന്നുള്ള വ്യത്യാസം കാണിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്കുള്ള വ്യക്തിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് ട്രെഡ്മില്ലിൻ്റെ ഉപയോഗം. എന്നാൽ എക്കോ കാർഡിയോഗ്രാം നമ്മൾ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പറ്റിയും അതിൻ്റെ വാൽവുകളെ പറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിൻലി എക്കോ കാർഡിയോഗ്രാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഹാർട്ടിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് മാത്രമേ നമ്മൾ കൂടുതലായി മനസ്സിലാക്കുന്നുള്ളൂ. ഒരു അറ്റാക്ക് വന്ന ആളിന് എങ്ങനെയാണ് ഇനി ഫോളോ അപ്പ്, ബേസിക്കലി എല്ലാ വിസിറ്റ്സ് എങ്ങനെയാണ് ഡോക്ടേഴ്സിനെ കാണേണ്ടത്? ഒരു അറ്റാക്ക് വന്ന് ഇപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ വ്യക്തിയെ നമുക്ക് മരുന്നുകൾ അദ്ദേഹം വളരെ കൃത്യമായി കഴിച്ചിരിക്കണം. കാരണം മരുന്നുകൾ കൃത്യമായി കഴിച്ചില്ലെങ്കിൽ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇടുന്ന സ്റ്റെൻറ്റ് ഒരു മെറ്റൽ ട്യൂബാണ്. സ്റ്റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനകത്ത് വെക്കുന്ന സ്റ്റെൻറ്റ്. ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ കൊടുക്കുന്നത് ഈ സ്റ്റെൻറ്റിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ രോഗി ഈ മരുന്നുകൾ നിർത്തിയിട്ടുണ്ട്, മരുന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഇസ് ഹൈ ചാൻസ് ഓഫ് ഗെറ്റിംഗ് സ്റ്റെൻറ്റ് ത്രോംബോസ്. അതായത് സ്റ്റെൻറ്റിനകത്ത് രക്തം കട്ടപിടിക്കാനുള്ള ചാൻസുകൾ കൂടും. അതുകൊണ്ട് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ രോഗികളെ ആദ്യത്തെ 1 വർഷം വരെ അവരെ ഞാൻ വളരെ ക്ലോസ് ഫോളോ അപ്പിൽ വെക്കും. അതായത് എല്ലാ മാസവും അവരുടെ അടുത്ത് വന്ന് എന്നെ കാണാൻ പറയും. അവരുടെ ബ്ലഡ് പ്രഷറും അവരുടെ ഫിസിക്കൽ എക്സാമിനേഷനും ബാക്കിയുള്ള കാര്യങ്ങൾ, ഷുഗർ, കൊളസ്ട്രോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ എല്ലാം ടെസ്റ്റുകളെല്ലാം ചെയ്യുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ഓരോ പ്രാവശ്യവും. ആദ്യത്തെ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ നമുക്ക് ഈ രോഗിയെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ, ഫൈൻ. പിന്നെ വേറെ ആൾക്കാർക്ക് എന്തൊക്കെ ചെയ്യാം, ലൈക്ക് ആഫ്റ്റർ ദിസ് അറ്റാക്ക്, ഇങ്ങനെ എന്തൊക്കെയാണ് അവർ ഫോളോ ചെയ്യേണ്ടത്? ആളുടെ ഡയറ്റ്, ആളുടെ മരുന്നുകൾ കൃത്യമായി കഴിക്കുന്നതിനേക്കാൾ അതിൻ്റെ കൂടെ തന്നെ ഡയറ്റ്, പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് കൺട്രോൾ വേണം. അതായത് റെഡ് മീറ്റ് ഒഴിവാക്കാൻ ഞാൻ പറയാം അവരോട്. റെഡ് മീറ്റ്, ഫ്രൈഡ് ഐറ്റംസ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പേസ്ട്രി, ഐസ്ക്രീംസ്, അങ്ങനത്തെ ഉള്ള പ്രത്യേകിച്ച് പ്രമേഹ രോഗികളാണെങ്കിൽ അവരോട് ഈ ഫാസ്റ്റ് ഫുഡും ബേക്കറി ഐറ്റംസും ഒഴിവാക്കാൻ പറയും. പിന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണ് മീറ്റ് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് ചിക്കൻ മാത്രം, വൈറ്റ് മീറ്റ്, ചിക്കൻ മാത്രം കഴിക്കാനാണ് അവർ പറയുക. പിന്നെ എക്സസൈസ് എങ്ങനെയാണ് ഇത്? ഈ ആൾക്കാർ ബേസിക്കലി എക്സസൈസ് ലിമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അവരുടെ ഒരു? ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞൊരു രോഗിക്ക് വേറെ ബ്ലോക്കുകളൊന്നുമില്ല, ഒരു ബ്ലോക്കേ ഉള്ളൂ. ആ ബ്ലോക്ക് നീക്കം ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങി പ്രോപ്പറായിട്ട് മരുന്നും കഴിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു 6 ആഴ്ച കഴിയുമ്പോഴേക്കും നോർമൽ ലെവൽ ഓഫ് ലൈഫിലേക്ക് വരാം. നോർമൽ ഒരു അരമണിക്കൂർ എക്സസൈസ് ഡെയിലി ചെയ്യാവുന്നതാണ്. അരമണിക്കൂർ, ഹാഫ് ആൻ അവർ വാക്കിംഗ്. ഓക്കെ. പിന്നെ കുറേ ടൈപ്പ് ഓഫ് സ്റ്റെൻസ് എന്ന് പറയുന്നുണ്ട്. ഈ ഇങ്ങനെ ഡ്രഗ്സ് ഇങ്ങനെ വിടുന്ന സ്റ്റെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ചില രോഗികൾക്ക് ഇങ്ങനെ അത് ഇട്ട് കഴിഞ്ഞിട്ടും പിന്നെയും അവർ സംശയം ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് മരുന്നുകൾ കഴിക്കുന്നത്, ലൈക്ക് അലോങ് വിത്ത് ഈ സ്റ്റെൻറ്റ്. ഇങ്ങനത്തെ സ്റ്റെൻറ്റിൻ്റെ പലതരത്തിലുള്ള സ്റ്റെൻറ്റുകളുണ്ടെന്ന് പറഞ്ഞല്ലോ. പലതരത്തിലുള്ള സ്റ്റെൻറ്റുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ സ്റ്റെൻസിൽ മരുന്ന് പുരട്ടാത്ത സ്റ്റെൻറ്റുകളായിരുന്നു.
മരുന്ന് പുരട്ടാത്ത സ്റ്റെൻറ്റുകളിൽ അതിനകത്ത് ഈ ഇൻസ്റ്റന്റ് റീസ്റ്റെനോസിസ് എന്നുള്ള കോംപ്ലിക്കേഷൻ, അതായത് സ്റ്റെൻറ്റിനകത്ത് ചുരുക്കം പിന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് മരുന്ന് പുരട്ടിയ സ്റ്റെൻറ്റുകൾ, അതായത് ആ സ്റ്റെൻറ്റിൻ്റെ അകത്തേക്കുള്ള ഗ്രോത്ത്, എൻഡോത്തീലിയൽ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനും ആ പുതിയ ചുരുക്കം വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള മരുന്ന് പരട്ടിയ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻസ് എന്ന് പറഞ്ഞ സെക്കൻഡ് ജനറേഷൻ സ്റ്റെൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന മരുന്ന് പരട്ടിയ സ്റ്റെൻറ്റുകൾ, അതായത് ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെൻസ് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഇനിയിപ്പം ഈ മെറ്റൽ സ്റ്റെൻറ്റ്, അതായത് അബ്സോർബബിൾ സ്റ്റെൻസും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. അബ്സോർബബിൾ സ്റ്റെൻസ് മീൻസ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് ശേഷം അത് ശരീരത്തിനകത്തേക്ക് തന്നെ ലയിച്ചു പോവുകയും അവിടെ ഒരു സ്റ്റെൻറ്റ് അവിടെ ഇട്ടിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു ഇതും അവശേഷിപ്പിക്കാത്ത രീതിയിൽ ഉള്ളൊരു ഇതാണ് ബയോ അബ്സോർബിൾ സ്റ്റെൻസ് എന്ന് പറയുന്ന സ്റ്റെൻസ്. ഇങ്ങനെ 3 തരത്തിലുള്ള സ്റ്റെൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ഈ സ്റ്റെൻറ്റിനകത്ത് രക്തം കട്ട പിടിക്കാനും ഈ സ്റ്റെൻറ്റ് അടഞ്ഞു പോകാനുള്ള കാരണം മിക്കവാറും ഈ പേഷ്യൻ്റ് മരുന്ന് കഴിക്കാത്തത് തന്നെയായിരിക്കും. മരുന്ന് പ്രോപ്പറായിട്ട് കഴിക്കാത്തവരിലാണ് കൂടുതലായിട്ട് ഈ സ്റ്റെൻറ്റിനകത്ത് റീസ്റ്റെനോസിസ് കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പഴയ ഫസ്റ്റ് ജനറേഷൻ സ്റ്റെൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മരുന്ന് പറ്റാത്ത സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് റീസ്റ്റെനോസിസിനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ബെയർ മെറ്റൽ സ്റ്റെൻസ് ഉപയോഗിക്കുമ്പോഴും ഈ സ്റ്റെൻറ്റിനകത്ത് ചുരുക്കം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി, ബേസിക്കലി പേഷ്യൻറ്റ് ഡിലേഡ് ആയിട്ട് വന്നു, ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന്? ഇനി ലൈക്ക് ഡിലേഡ് ആയിട്ട് വന്നു മീൻസ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, മേജർ ആയിട്ടുള്ള ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു, ഒരു 24 മണിക്കൂറിന് ശേഷമാണ് വരുന്നത്, രക്തക്കുഴൽ പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ആ 24 ഹവേഴ്സിൻ്റെ രക്തക്കുഴൽ തുറന്നു കൊടുത്താലും രക്തക്കുഴൽ തുറന്നു കൊടുക്കുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം അതുകൊണ്ട് പേഷ്യൻറ്റിന് ഓൾറെഡി ഡാമേജ് വരാനുള്ള ഡാമേജ് വന്നു കഴിഞ്ഞു, ഹാർട്ടിൻ്റെ ഡാമേജ് വരാനുള്ള വന്നു കഴിഞ്ഞു. പിന്നെ നമുക്ക് മരുന്നുകൾ കൊടുത്ത് ആളുടെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ലേറ്റർ ഡേറ്റ് നമുക്കൊരു ടോട്ടൽ ഒക്ലൂഷൻ പിന്നീട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. പക്ഷേ മോസ്റ്റ്ലി അവരെ മെഡിക്കൽ മാനേജർ, മരുന്നുകളിൽ തന്നെ അവരാദ്യം കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്ത് അതൊരു 3 മാസം കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം ഒരു ആൻജിയോഗ്രാം എടുത്ത് നോക്കിയിട്ട് പിന്നെ ഫർദർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ഒരു കാർഡിയക് അറസ്റ്റ് ഒരാൾക്ക് വന്നു, ഒരു റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഉടനെ ആ സമയത്ത്? കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടിപ്പുകൾ വളരെ ഹൃദയത്തിൻ്റെ പമ്പിങ് നിന്നു പോവുകയും തന്മൂലം നമ്മുടെ ശരീരത്തിൻ്റെ ബാക്കിയുള്ള അവയവങ്ങൾക്ക്, തലച്ചോറ്, വൃക്ക മുതലേ ബാക്കിയുള്ള എല്ലാ അവയവങ്ങൾക്കുള്ള രക്തോട്ടം നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാർഡിയക് അറസ്റ്റ് എന്ന് പറയുന്നത്.